ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അഭിസംബോധനയും ലഭിച്ച ഈ അവസരം വളരെ വിലപ്പെട്ടതായി കരുതുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരുന്ന ദൈവം. അതിന് ആധാരമായിട്ട് 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യവും അതിൻ്റെ 18-ാമത്തെ വാക്യവുമായിരിക്കുന്നു. അതിപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാലേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലതും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. 30-ാം അധ്യായം 18-ാമത്തെ വാക്യം, അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയതിനൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിനെ ദൈവം മടക്കിത്തരുന്നവനാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ അവിടെ നിന്നും മടക്കിത്തരുന്നവനാണ്. ഈ 2026 ഈ പ്രാരംഭ ദിവസങ്ങളിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, അവൻ നഷ്ടപ്പെട്ടു പോയതിനെ, ശത്രു അപഹരിച്ചു കൊണ്ടുപോയതിനെ അവൻ മടക്കിത്തരുന്ന ദൈവമായിരിക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെയും ചില നഷ്ടങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, വെട്ടുക്കിളിയും പുഴുവും തിന്നുകളഞ്ഞ വർഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും. വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും വിട്ടിലും എല്ലാം തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരും, അഥവാ മടക്കിത്തരാമെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, കള്ളനെ പിടിച്ചാൽ അവൻ 7 ഇരട്ടി മടക്കി കൊടുക്കും. അതേ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പിശാചിനെ കുറിച്ച് പറയുന്നത് കള്ളൻ എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. ശത്രു അവൻ അപഹരിക്കുവാൻ വേണ്ടി വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. അപ്പോൾ പിശാച് എന്തിനു വേണ്ടിയാ വരുന്നത്? ശത്രു എന്തിനു വേണ്ടിയാ വരുന്നത്? അവൻ മോഷ്ടിക്കുവാൻ വേണ്ടി കടന്നു വരുന്നു, കൊല്ലുവാൻ വേണ്ടി കടന്നു വരികയാണ്, അവൻ നശിപ്പിക്കുവാൻ വേണ്ടി ആണ് കടന്നു വരുന്നത്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം നമുക്ക് ഇതെല്ലാം മടക്കിത്തരുന്ന ദൈവമായിരിക്കും. അവൻ മടക്കിത്തരുന്ന ദൈവമായിരിക്കും. നമുക്കറിയാം, ഈ 1 ശമൂവേലിന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദാവീദ് അദ്ദേഹം സിഗ്ലാഗിലാണായിരിക്കുന്നത്. അദ്ദേഹം സിഗ്ലാഗിൽ പോയി പാർക്കുകയാണ്. അങ്ങനെ പാർക്കുവാനുള്ള സന്ദർഭം എന്ന് പറയുന്നത്, ശൗൽ തനിക്കെതിരായി കടന്നു വരികയാണ്. ഇസ്രായേലിന്റെ 1-ാമത്തെ രാജാവായിരിക്കുന്ന ശൗല് തന്നെ ഏൽപ്പിച്ച ദൗത്യം മറന്ന്, തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ മറന്ന്, തൻ്റെ മേൽ ദൈവം ഏൽപ്പിച്ച ആ വലിയ ദൗത്യത്തിൻ്റെ ശ്രേഷ്ഠതയെ മറന്നുകൊണ്ട് താന് അഭിഷിക്തനായിരിക്കുന്ന ദാവീദിനെ ശത്രുവായിട്ട് കാണുകയാണ്. ദാവീദ് ഒരിക്കലും ശൗലിന് എതിരായിരുന്നില്ല. ദാവീദ് ശൗലിനൊരു ഭീഷണിയായിരുന്നില്ല. പക്ഷേ ശൗല് ദാവീദ് തനിക്കൊരു ഭീഷണിയായിരിക്കുന്നു എന്ന് തൻ്റെ ഹൃദയത്തിൽ തനിക്കൊരു തോന്നലുണ്ടാകുവാനിടയായി. അത് പിശാച് തൻ്റെ മനസ്സിനെ കവർന്നു കളഞ്ഞതാണ്. ഒരിക്കലും ഒരു ദൈവദാസന്മാരും ഒരു അഭിഷിക്തന്മാരും നമുക്ക് ആർക്കും ഒരു മനുഷ്യൻ പോലും നമുക്ക് എതിരാളികളല്ല. വിശേഷാൽ ശുശ്രൂഷകന്മാരുടെ നടുവിൽ ഒരു ശുശ്രൂഷകരും മറ്റൊരു ശുശ്രൂഷകന് എതിരല്ല, ഭീഷണിയല്ല. കാരണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ അവർ ചെയ്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ
അവരെക്കുറിച്ചുള്ള പരമമായിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ ദാവീദ് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യന്റെ മേൽ അഭിഷേകം കർത്താവ് അയക്കുവാനിടയായിത്തീർന്നു. ശൗലിനെ ദൈവം ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി തിരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു. ദാവീദ് വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ശൗലും തന്റെ പട്ടാളവും എല്ലാം ഭയന്ന് ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ആ വലിയ പരാജയത്തിന്റെയും നാണക്കേടിന്റെയും എല്ലാം നടുവിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുകയും ഇസ്രായേലിനെ രക്ഷിച്ചെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരിക്കുന്നു ദാവീദ് എന്ന് പറയുന്നത്. ഇല്ലായെങ്കിൽ ഫെലിസ്ത്യനായിരിക്കുന്ന ഗോലിയാത്ത് ദീർഘദിവസങ്ങൾ വന്ന് വെല്ലുവിളിക്കുന്ന സന്ദർഭം കാണാൻ കഴിയുന്നു. 40 ദിവസങ്ങൾ ഇസ്രായേലിനെ വെല്ലുവിളിക്കുക. ആ വെല്ലുവിളികളുടെ നടുവിലാണ് ദൈവം ദാവീദിനെ ആ ഇടത്തേക്ക് കൊണ്ടു ചെല്ലുന്നത്. ആ ദാവീദ് അവിടെ കടന്നു ചെല്ലുന്നു. ആ ഫെലിസ്തീനുമായി യുദ്ധം ചെയ്ത് ഫെലിസ്തീൻ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ താൻ തകർത്ത് കളയുകയാണ്. അതുകൊണ്ടല്ലേ ഇസ്രായേൽ ജയമുണ്ടായത്. അങ്ങനെയായിരിക്കുന്നുവെങ്കിൽ ശൗലിന് ഭീഷണിയാണോ യഥാർത്ഥത്തിൽ ദാവീദ് എന്ന് പറയുന്നത്? ഒരിക്കലും ഭീഷണിയല്ല. ശൗലിന്റെ മേൽ ദുരാത്മാവ് വരുവാനിടയായിത്തീർന്നു. ദുരാത്മാവ് വന്ന സന്ദർഭത്തിൽ ദാവീദ് കിന്നരം വായിക്കുമ്പോഴായിരുന്നു തനിക്ക് ആശ്വാസം കിട്ടുവാനിടയായിത്തീർന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ദാവീദ് എന്ന് പറയുന്ന ആ വ്യക്തി ശൗലിന് വളരെ ഒരു അനുഗ്രഹമായിരുന്നു, ബ്ലെസ്സിങ് ആയിരുന്നു, ആശ്വാസമായിരുന്നു. പക്ഷേ ഒരിക്കൽ ഇസ്രായേൽ ജനം ആ വലിയ വിജയം നേടുന്ന സന്ദർഭത്തിൽ ഇസ്രായേലിലെ കന്യകമാർ പാടിയൊരു പാട്ടുണ്ട്. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ആ ഒരു പാട്ട് അവരവരുടെ സന്തോഷം കൊണ്ട് പാടിയതാണ്. പക്ഷേ ഈ ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു നമ്മുടെ ശൗൽ രാജാവിന്. തനിക്ക് ഭയങ്കരമായിരിക്കുന്ന ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. താൻ ഇസ്രായേലിന്റെ രാജാവാണ് ആയിരിക്കുന്നത്, പക്ഷെ തനിക്കൊരു അരക്ഷിതത്വ ബോധമുണ്ടായിരുന്നു. ഒരു സുരക്ഷിതത്വമില്ലായ്മ തന്നെ എപ്പോഴും ഭരിച്ചിരുന്നു. തൻ്റെ സ്ഥാനം ആരെങ്കിലും തട്ടിയെടുക്കുമോ? തൻ്റെ സിംഹാസനം ദാവീദ് തട്ടിയെടുക്കുമോ? അങ്ങനെയൊന്നുമല്ല. ദൈവം വ്യത്യസ്തമായിട്ടാണ് ഓരോ വ്യക്തികളെയും കണ്ടിരിക്കുന്നത്. ഒരു വ്യക്തികളുമായി നാം നമ്മെ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല, അതിൻ്റെ ആവശ്യകതയുമില്ല. ഒരു വ്യക്തിക്ക് ഭീഷണിയല്ല. നമ്മുടെ റൂട്ടിൽ നാം ശരിയായ ദിശയിൽ നാം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ശൗല് ദാവീദിന് എതിരായി മാറുകയും ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുവാനിടയായിത്തീർന്നു. ഏകദേശം 60-ലധികം ഇടങ്ങളിൽ ദാവീദ് ഒളിച്ച് താമസിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെയാണ് ദാവീദ് ഇപ്പോൾ ആഹിഷ് രാജാവിനെ, ഫെലിസ്ത്യ രാജാവായിരിക്കുന്ന ആഹിഷ് രാജാവിനെ താൻ അഭയം പ്രാപിച്ച് സിഗ്ലാഗിലായിരിക്കുന്നത്. അവിടെ താൻ വളരെ വിശ്വസ്തനായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് ചെന്നിടത്തെല്ലാം ദാവീദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് താൻ വിശ്വസ്തനായിരുന്നു. ആഹിഷ് രാജാവിന് താൻ വിശ്വസ്തനായിരുന്നു. കാരണം ആഹിഷ് രാജാവിന്റെ ഒരു സെക്യൂരിറ്റി ആയിരുന്നു ദാവീദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആഹിഷിന്റെ വാക്കുകളിലൂടെ. അത്രയും അധികം അടുത്ത് ദാവീദിനെ ചേർത്ത് നിർത്തുവാനിടയായിത്തീർന്നു ആഹിഷ് രാജാവ്. ശത്രുവായിരുന്നു, ഫെലിസ്തീനായിരുന്നു. അത്ര പോലും ശൗലിന് ദാവീദിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവിശ്വസനീയമായിരിക്കുന്ന ഒരു കാര്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സഹായിക്കുവാൻ വേണ്ടി ദാവീദ് ചെല്ലുകയാണ്. പക്ഷേ ദാവീദിനെ അവിടെ നിന്നും അവർ ഒഴിവാക്കുകയാണ്. കാരണം ചിലർ പറയുകയാണ് ദാവീദ് അവൻ ഇസ്രായേലിനാണ്, ഒരുപക്ഷെ നമ്മളോട് എതിർക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ദാവീദ് ആ വാക്കുകളുടെ മുമ്പിൽ താൻ ആ വാക്കുകൾ കേട്ട് ദാവീദ് പാർക്കുന്ന സിഗ്ലാഗിലേക്ക് ചെല്ലുകയാണ്. ഈ സിഗ്ലാഗിൽ കടന്നു ചെല്ലുമ്പോഴാണ് 3-ാം ദിവസം സിഗ്ലാഗിൽ ദാവീദ് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിഗ്ലാഗ് തീ വെച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. സിഗ്ലാഗ് തീ വെച്ച് ശത്രു നശിപ്പിക്കുവാനിടയായിത്തീർന്നു. ശത്രു എന്ന് പറയുന്നത് അമാലേക്യനാണ്. അമാലേക്യൻ നമ്മൾ വേദപുസ്തകം പഠിക്കുന്ന സന്ദർഭത്തിൽ അമാലേക്കരെ കാണുവാൻ കഴിയുന്നുണ്ട്. അമാലേക്ക് അത് യേശാവിന്റെ തലമുറയിൽ നിന്നും ഉള്ള യേശാവിന്റെ കൊച്ചുമക്കൾ ആ സന്തതി പരമ്പരയായിരിക്കുന്നു അമാലേക്കർ എന്ന് പറയുന്നത്. ആ അമാലേക്കർ വന്നിട്ടാണ് ആക്രമിക്കുവാനിടയായിത്തീർന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ദാവീദ് ഇല്ലാത്ത സന്ദർഭത്തിലാണ് അമാലേക്കർ വന്ന് ആക്രമിക്കുവാനിടയായിത്തീർന്നത്. നമ്മൾക്ക് അമാലേക്കരെ കുറിച്ച് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ അമാലേക്കർ വന്ന് ആക്രമിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ.
അവർ എവിടെ നിന്നുമാണ് ആക്രമിക്കുന്നത്? അവർ ആക്രമിക്കുന്നത് പുറകിൽ നിന്നുമാണ് ആക്രമിക്കുന്നത്. പുറകിൽ ബലഹീനരായിരിക്കുന്നവരെ ആക്രമിക്കുന്നവർ പുറകിൽ നിന്നും വന്ന് ആക്രമിക്കുന്നവരാണ്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പ്രകാരം പറയുവാനിടയായിത്തീർന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? പാമ്പ് എപ്പോഴും ആക്രമിക്കുന്നത് മുന്നിൽ നിന്നുമാണ് ആക്രമിക്കുന്നത്. തേൾ ആക്രമിക്കുന്നത് തന്റെ പുറകിൽ നിന്നുമാണ് താൻ തേൾ ആക്രമിക്കുവാനിടയായിത്തീർന്നത്. പുറകിലുള്ള വിഷം കുത്തിവെക്കുവാൻ, ആ കൊമ്പുകൾ കൊണ്ട് കുത്തിവെക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ അമാലേക്കർ എന്ന് പറയുന്നത് പുറകിൽ നിന്നും ആക്രമിക്കുന്ന ശക്തിയായിരിക്കുന്നു. തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ ആക്രമിക്കുന്ന ശക്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളെയും നിരീക്ഷിച്ച് ബലഹീനപ്പെട്ടിരിക്കുന്ന സമയത്ത് ആക്രമിക്കുന്ന ഒരു പൈശാചികമായിരിക്കുന്ന ശക്തിയായിരിക്കുന്നു അമാലേക്കർ എന്ന് പറയുന്നത്. അത് ദാവീദില്ലാത്ത സന്ദർഭം അവർ തിരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു. ദാവീദുണ്ടെങ്കിൽ അവർക്കറിയാം ഒരിക്കലും ഇസ്രായേൽ ജനത്തെ ദാവീദിനെയോ ദാവീദിന്റെ കൂടെയുള്ളവരെയോ ആക്രമിക്കുവാൻ കഴിയുകയില്ല, പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് അമാലേക്കർക്കറിയാം. എന്നാൽ ദാവീദില്ലാത്ത സന്ദർഭം നോക്കിയാണ് ഈ പ്രിയപ്പെട്ടവർ അമാലേക്കർ വന്ന് ആക്രമിക്കുവാൻ ഇടയായിത്തീർന്നത്. നമുക്കൊരു ദൂത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അമാലേക്കരെ പരാജയപ്പെടുത്തിയത് ഒന്നാമതായി ഇസ്രായേൽ ജനം കടന്നു വരുന്ന സന്ദർഭത്തിൽ അവർ അമാലേക്കർ വന്ന് ആക്രമിക്കുന്ന സമയത്ത് അമാലേക്കരെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? അമാലേക്കരെ പരാജയപ്പെടുത്തിയത് ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. അമാലേക്കർ കടന്നു വരുന്ന സമയത്ത് ജോഷുവയെ മോശ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. ജോഷുവയുടെ നേതൃത്വത്തിലാണ് യുദ്ധത്തിന് വേണ്ടി ഇസ്രായേൽ മക്കൾ കടന്നു പോകുന്നത്. ചെറുപ്പക്കാരായിരിക്കുന്ന യോദ്ധാക്കന്മാർ കടന്നു പോകുന്നത് ജോഷുവയുടെ നേതൃത്വത്തിലാണ്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോശയുടെ നേതൃത്വത്തിൽ മോശയും അഹരോനും ഹൂരും പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് വിജയം എന്ന് പറയുന്നത്? കാണുന്ന മണ്ഡലത്തിൽ ജോഷുവയും അതേ ചെറുപ്പക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും പടയാളികളും ശത്രുവിനെ ആക്രമിക്കുകയാണ്. എന്നാൽ കാണാത്ത മണ്ഡലത്തിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു മോശയുടെ കരം താങ്ങുന്ന ഒരു ഹൂരിനെയും അഹരോനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, പരസ്യമായി നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് രഹസ്യത്തിലുള്ള ഒരു പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. പരസ്യമായി നമ്മുടെ ജീവിതത്തിൽ പരസ്യമായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ ജയിക്കണമോ, നമുക്ക് രഹസ്യത്തിലൊരു പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. നാം പരസ്യകോലമാകാതിരിക്കണമോ, നമുക്ക് രഹസ്യത്തിൽ ഒരു പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. അത് ഇടിവിൽ നിന്നുകൊണ്ട് മോശ പ്രാർത്ഥിക്കുകയാണ്. ആ മോശയുടെ കരം താങ്ങുന്ന ഹൂരിനെയും അഹരോനെയും നമുക്ക് കാണാൻ കഴിയും. അവരെ നമുക്ക് മാതൃകയാക്കുവാനും കഴിയും. ആ ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് നേരെ കടന്നു വന്ന ആക്രമണങ്ങളെ ചെറുക്കുകയും അവരെ ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുവാനിടയായിത്തീർന്നത്. എന്നാൽ ഇവിടെ അമാലേക്കർ വന്ന് ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ദാവീദ് ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആലോചനയും അരുളപ്പാടും എന്താണ്? പ്രിയപ്പെട്ടവരെ, എവിടെയാണോ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ തളർന്നു പോകുന്നത്, എവിടെയാണോ ഇടിവിൽ നിൽക്കുവാൻ തളർന്നു പോകുന്നത്, എവിടെയാണോ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയെ കൈതാങ്ങുവാൻ നമ്മൾ തയ്യാറാകാതിരിക്കുന്നത്, അവിടെയാണ് പരാജയം ഉണ്ടാകുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കുവാനിടയായിത്തീരും. അതെ, നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഈ ദിവസങ്ങൾ ഉയർന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരാധനയുടെ കരങ്ങൾ ഈ ദിവസങ്ങൾ ഉയർന്നിരിക്കട്ടെ. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. അതെ, ഇടിവിൽ നിൽക്കുന്ന കരങ്ങൾ ഈ ദിവസങ്ങൾ ഉയർന്നു നിൽക്കട്ടെ. അതെ, കൈത്താങ്ങുന്ന കരങ്ങൾ ഈ ദിവസങ്ങൾ ഉയർന്നിരിക്കുവാൻ ഇടയായിത്തീരട്ടെ. അവിടെയാണ് ഇസ്രായേൽ മക്കൾക്ക് ജയമുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഇതാ ശത്രു വന്നു ആക്രമിക്കുവാൻ ഇടയായിത്തീർന്നു. ദാവീദ് ഉണ്ടായിരുന്നില്ല, യുദ്ധം ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരുന്നില്ല. ബലഹീനരായിരിക്കുന്നവരെ പരാജയപ്പെടുത്തി അവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടു പോകുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ആ വചനം പറയും, ദാവീദ് മടങ്ങി വരുമ്പോൾ സിഗ്ലാഗിൽ എത്തിയപ്പോൾ ഇതാ ശത്രുവായിരിക്കുന്ന അമാലേക്കർ അവർ സിഗ്ലാഗിനെ ആക്രമിച്ചു, സിഗ്ലാഗിനെ ജയിച്ചു, അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ, ശത്രു ജയിച്ചു എന്ന് ഒരുപക്ഷെ അവന് തോന്നിയിരിക്കാം. എന്നാൽ അത് അവസാനമല്ല. ഒരുപക്ഷെ നമുക്ക് തോന്നിയിരിക്കാം, അയ്യോ ശത്രു ഞങ്ങളെ പരാജയപ്പെടുത്തി, ഞങ്ങളുടെ ജീവിതത്തിന്റെ പരാജയമായിരിക്കും, വലിയ തോൽവി സംഭവിച്ചു, എന്തൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അതുകൊണ്ട് അവസാനിച്ചു എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, അപ്പനും അമ്മയും
എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടവനെ കൊണ്ട് ഇല്ല എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്ന് അവന്റെ ജീവിതത്തിന്റെ പാന്താവുകളിൽ, ജീവിതത്തിന്റെ യാത്രകളിൽ മുന്നോട്ട് പോകുവാൻ അവനെ കരം പിടിച്ച് നടത്തിയ ദൈവം ഇന്നും മാറിപ്പോയിട്ടില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ സകലതും മതി, എല്ലാം നിർത്തിയെന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾക്കകത്ത് എന്നെയും നിങ്ങളെയും തട്ടിയെഴുന്നേൽപ്പിച്ച് ഏലിയാവിനെ പോലെ ദൂരയാത്രയുണ്ട് എന്ന് പറഞ്ഞ് ആലോചന പറഞ്ഞ ദൈവം ഇന്നും മാറിപ്പോയിട്ടില്ല. ഇന്നും അവൻ ആലോചന നമ്മളോട് അറിയിക്കുന്നവനാണ്. അരുളപ്പാടുകൾ, വെളിപ്പാടുകൾ അവൻ നമ്മോട് അറിയിക്കുന്ന ദൈവമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെ, വേദപുസ്തകം പറയുന്നു, സിക്ലാഗ് ആക്രമിച്ചു, അവർ ജയിച്ചു, തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. കേൾക്കുക, ചില മേഖലകൾക്കകത്ത് പിശാച്, ശത്രു ജയിച്ചു എന്ന് ചിന്തിച്ച് നീ ഒരിക്കലും കരഞ്ഞിരിക്കരുത്, തളർന്നിരിക്കരുത്, ക്ഷീണിച്ചു പോകരുത്. അന്തിമ ഒരിക്കലും പിശാച് ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അന്തിമ വിജയം ദൈവവേദന നിന്റേതായിരിക്കും. അന്തിമ വിജയം ഒരു ദൈവവൈതലിൻ്റെതായിരിക്കും. അന്തിമ വിജയം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും അവർ എടുത്തുകൊണ്ടുപോകുവാനിടയായിത്തീർന്നു, പിടിച്ചുകൊണ്ടുപോകുവാനിടയായിത്തീർന്നു. അതേ, 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ദാവീദ് വലിയ കഷ്ടത്തിലായി. ദാവീദ്, ആ ദൈവദാസൻ വലിയ കഷ്ടത്തിലായി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ന് എഴുതി വച്ചിരിക്കുന്ന ദാവീദ് വലിയ കഷ്ടത്തിലായെന്നാണ്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സിഗ്ലാഗിന് തുല്യമായിരിക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? ദാവീദ് വലിയ കഷ്ടത്തിലായതുപോലെ ഇപ്പോൾ കഷ്ടത്തിലായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? 2025, 2024 ശത്രു അപഹരിച്ചു കൊണ്ടുപോയി, നന്മകൾ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നവരുണ്ടോ? ഇന്ന് ഒരു ദൂത് നിങ്ങളോടായിട്ട് ഇപ്രകാരം ഞാൻ പറയാം, നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുവാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുവാൻ പോകുകയാണ്. വേദപുസ്തകം പറയുന്നു, ദാവീദ് വലിയ കഷ്ടത്തിൽ ആയി. ഹല്ലേലൂയ. എന്നൊരു കാര്യം പറയാം, നീ കഷ്ടത്തിലായി എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഹല്ലേലൂയ അത് വിശ്വസിച്ചിരിക്കാം. എന്നാൽ ഇന്നൊരു ദൂതിയാ നിങ്ങളോട് പറയാം, ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുവാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങൾ അനേകർക്ക് നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീ, 12 വർഷമായി അവൾക്ക് രക്തസ്രവം അവൾക്ക് ഉണ്ട്. അവളുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നു പോവുകയാണ്, ശരീരത്തിൽ നിന്നും രക്തം പോകുകയാണ്. അവളുടെ ശരീരം മെല്ലിച്ച്, ആ സഹോദരി ചിലപ്പോൾ ശരീരം വളരെ ശോഷിച്ച് ഒരു അസ്ഥിപഞ്ജരം പോലെ ആയിരിക്കാം. അവളുടെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ അവൾ ജീവിക്കുന്നതിനാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനാൽ രക്തസ്രവമുള്ള സ്ത്രീയെ സമൂഹം, ഭവനത്തിൽ അവൾക്ക് വിലക്കുണ്ട്. ഭവനത്തിൽ എല്ലാവരും കഴിക്കുന്ന പാത്രത്തിൽ അവൾക്ക് കഴിക്കുവാൻ കഴിയത്തില്ല. അതെ, എല്ലാവരും അവളെ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമായി തീരുവാനിടയായിത്തീരും എന്നതുപോലെ നമുക്കറിയാം, COVID-19 വന്നപ്പോൾ പലരും എന്നെയും നിങ്ങളെയും വിട്ട്, COVID-19 വന്നപ്പോൾ സ്നേഹിച്ചവരും കൂടെ നിന്നവരെല്ലാം അകന്നു മാറുന്നത് പോലെ, അത് അവർ ഒരിക്കലും പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യമായിരിക്കുന്നു. ഭയം മനുഷ്യനിൽ ഉള്ളതിനാൽ അത് എന്ത് സംഭവിക്കും, മരുന്നില്ലാത്ത രോഗമല്ലേ, അതുകൊണ്ട് മാറി നിന്നേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അതിന് മറ്റൊരു അർത്ഥം അതിന് കൊടുക്കുവാൻ കഴിയത്തില്ല. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്, ഞാനും നിങ്ങളും കണ്ടതായിരിക്കുന്നു. അതെ, അങ്ങനെ അവൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നു, എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ടവളായിരിക്കുന്നു. അന്ന് ആ സഹോദരിക്ക് രക്തസ്രവം ഉള്ളത് കൊണ്ടായിരുന്നു അവൾ മാറ്റി നിർത്തപ്പെടുവാനിടയായത്, ഒറ്റപ്പെടുവാനിടയായിത്തീർന്നത്. എന്നാൽ ഇന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരുപക്ഷെ നിങ്ങൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന്റെ പരിണിത ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒറ്റപ്പെടുന്നത്. മറ്റുള്ളവരാൽ നിങ്ങൾ അകറ്റി, മറ്റുള്ളവർ നിങ്ങളെ അകറ്റി നിർത്തുന്നത്. ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചുകൊണ്ടായിരിക്കാം നിങ്ങളെ പലരും കൂടെ കൂട്ടാത്തത്. എന്നാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു അത്ഭുതം കർത്താവ് ചെയ്യുവാൻ പോയാണ്. നഷ്ടപ്പെട്ടതിനെല്ലാം ദൈവം മടക്കി തരുവാനിടയായിത്തീരും. ആ സഹോദരിക്ക് പള്ളിയിൽ പോകാൻ കഴിയത്തില്ല, ആരാധനയ്ക്ക് പോകാൻ കഴിയത്തില്ല, കൂട്ടുകാരും അവൾക്കില്ല. ഒരു പേപ്പട്ടിയെ മാറ്റി ഒരു കൂട്ടിലിടുന്നത് പോലെ ആ വ്യക്തിയെ അവൾ എല്ലാറ്റിൽ നിന്നും അവൾ അകറ്റപ്പെടുവാനിടയായിത്തീർന്നു ആ സഹോദരി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്കൊരു ജോലിയില്ല എന്ന് പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ പലരും മാറ്റി നിർത്തും.
നിർത്തുന്നത്. നിങ്ങൾക്ക് നല്ല കളറില്ല എന്ന് പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ മാറ്റി നിർത്തുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ നല്ല സാമ്പത്തികമില്ല എന്ന് പറഞ്ഞായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ മറ്റുള്ളവർ അകറ്റിയും മാറ്റിയും ഒഴിവാക്കിയും നിർത്തുന്നത്. എന്നാൽ നിങ്ങളുടെ ആ സാഹചര്യങ്ങൾക്കെല്ലാം ദൈവം മാറ്റം വരുത്താൻ പോവുക. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവ്. ജോലിയില്ലാത്തത് കൊണ്ടായിരിക്കാം ദൈവം നിനക്ക് ജോലി തരുവാൻ പോവുകയാണ്. ദൈവം നല്ല ഒരു ജോലി ദൈവം നിനക്ക് തരുവാൻ പോവുകയാണ്. സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഇന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിനകത്ത് സാമ്പത്തിക മേഖലയ്ക്കകത്ത് ദൈവം വലിയ മാറ്റങ്ങൾ തരുവാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സാമ്പത്തിക മേഖലയ്ക്കകത്ത് നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്തെല്ലാം ദൈവം വലിയ മാറ്റങ്ങൾ തരുവാൻ പോവുകയാണ്. സമ്പത്തിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണോ? നിങ്ങൾക്ക് നല്ല ജോലിയില്ല എന്നതിന്റെ പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണോ? ഏത് തരത്തിലാണോ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത്? ആ മാറ്റി നിർത്തിയിരിക്കുന്ന തരത്തിൽ ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റുവാൻ പോവുകയാണ്. ദൈവം നിന്നെ ഒരു അതിശയമാക്കി മാറ്റുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വേദപുസ്തകം പറയുന്നു ആ സഹോദരിയെ മാറ്റി നിർത്തുവാനിടയായി തീർന്നു. എന്നാൽ വചനം പറയുന്നു യേശു അവളെ സൗഖ്യമാക്കി. അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവൾ എന്താ വിശ്വസിച്ചത്? അവൾ വിശ്വസിച്ചത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിന്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ആ സഹോദരി വിശ്വസിച്ചു. ഏതെങ്കിലും രോഗത്താലാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? ആ രോഗനിമിത്തമാണോ നിങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നത്? യേശു ഇന്ന് വിശ്വസിക്കുക. യേശു സൗഖ്യമാക്കുവാൻ അവിടുന്ന് വിശ്വസ്തനായിരിക്കുന്നു. എന്താണ് പ്രാർത്ഥന? വിശ്വാസത്തോടുകൂടി ഇന്ന് ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഈ കേൾക്കുന്ന വചനം സത്യമായിരിക്കുന്നു. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കടന്നു പോകുന്ന സന്ദർഭത്തിൽ അതെ 12 സംവത്സരമായ രക്തസ്രവമുള്ള സ്ത്രീ, അവൾ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരെല്ലാം ഉപേക്ഷിക്കപ്പെട്ടവൾ, ജീവിതത്തിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും മുഴുവൻ നഷ്ടപ്പെട്ടവൾ, അവൾക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ അവൾ എല്ലാ വൈദ്യന്മാർക്കും എല്ലാ ഡോക്ടേഴ്സിനും അവൾ കൊണ്ടുകൊടുത്തിട്ടും അല്പം പോലും ഭേദം വരാതെ സാമ്പത്തിക നഷ്ടം, ശാരീരികമായിരിക്കുന്ന ബലഹീനത, അവളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ഒന്ന് അവളെ ചേർത്ത് നിർത്തി ഒന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത സന്ദർഭം. പക്ഷെ അവളൊരു തീരുമാനമെടുത്തു, ഞാനിതിലൊന്നും പരാജയപ്പെടുകയില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലെങ്കിലും, എന്നെ തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുവാൻ ആരുമില്ലെങ്കിലും ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നു. നസ്സയനായിരിക്കുന്ന യേശു ഞാൻ പാർക്കുന്ന ദേശത്തിലൂടെ യേശു കടന്നു വരികയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കുന്നുവോ? എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയായിരിക്കുന്നുവോ? ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിട്ടാണോ എന്നെ ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നിങ്ങളൊന്ന് വിശ്വസിക്കുക. അതെ, ദൈവത്തിന്റെ വചനം നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ അരികിലുണ്ട്. യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ അരികിലുണ്ട്. എങ്ങനെയാണ് യേശു സൗഖ്യമാക്കുവാൻ അരികിലുണ്ട് എന്ന് പറയുന്നത്? പറയപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ തന്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് വിശ്വസിക്കുക. 2-3 പേർ കൂടി വരുന്നതിന് നടുവിൽ ഞാൻ ഉണ്ട് എന്നരുളി ചെയ്ത കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വാഗ്ദത്ത പ്രകാരം നമ്മുടെ നടുവിൽ അവൻ ആത്മാവിൽ കടന്നു വന്നിട്ടുണ്ട്. അത് തേജോമയനായിരിക്കുന്ന ദൈവം അവൻ ആത്മാവിൽ നമ്മുടെ നടുവിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികിലുണ്ട്. അതെ, നിങ്ങളുടെ ശ്വാസത്തെക്കാൾ അരികിലായി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഉണ്ട്. നിങ്ങൾ ഏത് രോഗിയായിരിക്കുന്നുവെങ്കിലും യേശു സൗഖ്യമാക്കുവാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് വിശ്വാസത്താൽ തൊടുവാൻ കഴിയുമോ? അതിനും ഇങ്ങനെ പറയുന്ന വിശ്വാസത്താൽ യേശുവിന്റെ തൊങ്ങൽ ചെന്ന് തൊടുവാനിടയായിത്തീർന്നു. ആ തൊങ്ങലിൽ തൊടുന്നതിന് മുമ്പ് അവൾ തീരുമാനമെടുത്തു, ഞാൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടും, ഞാൻ സൗഖ്യം പ്രാപിക്കും. അതെ, വൈദ്യന്മാർക്ക് ഡോക്ടേഴ്സിന് സൗഖ്യമാക്കുവാൻ ഡോക്ടേഴ്സ് കൈ ഒഴിഞ്ഞ ആ പ്രശ്നത്തെ യേശു ക്രിസ്തുവിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യമാകുവാനിടയായിത്തീർന്നുവെങ്കിൽ എന്താ സംഭവിച്ചത്? യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. അവൾ സൗഖ്യമായി. അവളുടെ ശരീരത്തിൽ അറിഞ്ഞു. അതെ, ഒരു സൗഖ്യം നടന്നു കഴിഞ്ഞാൽ, കർത്താവ് നമ്മെ സൗഖ്യമാക്കിയാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ കഴിയും. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിലുള്ള ഭൗതിക മേഖലയ്ക്കകത്ത് ഒരു വിടുതൽ നൽകിയാൽ നിങ്ങൾക്കറിയുവാൻ കഴിയും, മറ്റുള്ളവർക്ക് അറിയുവാൻ കഴിയും. അതെ, ചിലർക്ക് ദൈവം ജോലിയുടെ മേഖലയിൽ ദൈവം വിടുതൽ തരുവാൻ പോവുകയാണ്. ജോലി ദൈവം ചിലർക്ക് തരുവാൻ പോവുകയാണ്. സാമ്പത്തിക മേഖലകൾക്കകത്ത് ദൈവം ചിലർക്ക് വിടുതൽ നൽകി തരുവാൻ പോവുകയാണ്. വചനം പറയാം, നഷ്ടപ്പെട്ടതിന് മുഴുവൻ ആ യേശു ക്രിസ്തുവിൽ നിന്നും പുറപ്പെട്ട ദിവ്യമായിരിക്കുന്ന ശക്തി അവളെ തൊട്ടപ്പോൾ അവളുടെ രോഗം സൗഖ്യമായി. അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്താ സംഭവിച്ച? അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കിട്ടി. വാവ്! അവളുടെ നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വന്നു. അവൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുമായിരുന്നില്ല, പള്ളിയിൽ പോകാൻ തുടങ്ങി. അവളുടെ വീട്ടിൽ അവൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, വീട്ടിൽ അവൾക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞു. അവൾക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം യേശു മടക്കി കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവായിരിക്കുന്ന യേശു നിനക്ക് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ മടക്കി തരും.
വിശ്വസിക്കാൻ തയ്യാറാവുക. നിനക്ക് ഇന്നൊന്ന് വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. നഷ്ടപ്പെട്ടതിനെല്ലാം കർത്താവ് മടക്കിത്തരും. വചനം പറയുക, ദാവീദിന്റെ ജീവിതത്തിൽ അവന് സകലതും നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. അത് എല്ലാം നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെടുന്ന ആ സന്ദർഭത്തിൽ വചനത്തിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്. ദാവീദ് വലിയ കഷ്ടത്തിലായി, ദാവീദ് വലിയ കഷ്ടത്തിലാകുവാനിടയായിത്തീർന്നു. അടുത്ത ഇങ്ങനെ കാണുന്നത്, ദാവീദ് വളരെ കഷ്ടത്തിലാകുവാനിടയായിത്തീർന്നു. ദാവീദ് വളരെ കഷ്ടത്തിലായി. ദാവീദ് ബലമില്ലാതാവോളം കരയുവാനിടയായിത്തീർന്നു. ദാവീദ് ദൈവസന്നിധിയിൽ ബലമില്ലാതാവോളം ആ ദൈവമനുഷ്യൻ കരയുവാനിടയായിത്തീർന്നു. എല്ലാവരും ഒരുമിച്ച് കരയുകയാണ്, ഒരുമിച്ച് കരയുകയാണ്. അവർ ബലമില്ലാതാവോളം ഇനി കരയാനായിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള കെൽപ്പുമില്ല. അതുപോലെയാണ് അവർ കരയുന്നത്. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ജനം ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഒരുപോലെയാണ് നഷ്ടം സംഭവിച്ചത്. ദാവീദിന് നഷ്ടം സംഭവിച്ചതുപോലെ മറ്റുള്ളവർക്കും ഒരുപോലെ നഷ്ടം സംഭവിച്ചത്. പക്ഷെ അതിൻ്റെ നടുവിൽ എന്ത് സംഭവിക്കുക? ജനം പറയുകയാണ് ദാവീദിനെ കല്ലെറിയണം. ഇവിടെ ദാവീദിന് നഷ്ടം സംഭവിച്ചില്ലേ? ജനത്തിന് നഷ്ടം സംഭവിച്ചില്ലേ? ഒരുപോലെയാണ് നഷ്ടം സംഭവിച്ചത്. ഒരേ പ്രതിസന്ധിയാണ് അവർ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ അവരുടെ ആശ്രയവും പ്രതികരണവും രണ്ട് തരത്തിലായിരുന്നു. മറ്റുള്ളവർ എങ്ങനെയാ? അവർ കരഞ്ഞു. ദാവീദും കരഞ്ഞില്ലേ? കരഞ്ഞു. പക്ഷെ മറ്റുള്ളവർ, ദാവീദിനെ അവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഇതാണ്, മറ്റുള്ളവർ കരഞ്ഞു, കുറ്റപ്പെടുത്തി, നീരസപ്പെട്ടു. അവരെന്താ? അവർ കുറ്റപ്പെടുത്തി. ദാവീദ്, നീ കാരണമാണ് എന്ത് സംഭവിച്ചത്? ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അവർ നീരസപ്പെട്ടു, അവർ വ്യസനിച്ചു, നീരസപ്പെട്ടു. ദാവീദിനോട് നീരസം ഉണ്ടായി. നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷേ ദാവീദിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതാണ് ഇന്നത്തെ കാര്യം. ദാവീദിനും ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഒരേ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അവർ ഒരേ പ്രശ്നത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ അവർ രണ്ടുപേരെയും പ്രതികരണം വ്യത്യസ്തമായിരുന്നു. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കരയുകയും ദാവീദിനെ കുറ്റപ്പെടുത്തുകയും ദാവീദിനോട് നീരസപ്പെടുകയും ചെയ്തു. പക്ഷേ ദാവീദ് ഇവരെ ആരെയും കുറ്റപ്പെടുത്തിയില്ല. ദാവീദ് ദൈവസന്നിധി കരഞ്ഞു. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ദൈവവേദനെ നീ ഒരു മനുഷ്യന്റെ മുമ്പിൽ കരയുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കരയുന്ന വ്യക്തിയായിരിക്കുന്നുവോ? ദൈവത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വ്യക്തിയായിരിക്കുന്നുവോ? ദൈവം നിന്റെ അവസ്ഥകളെ മാറ്റും. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുവാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടതിനെല്ലാം കർത്താവ് മടക്കിത്തരും. ഈ ദൂത് വിശ്വസിച്ചോ? നഷ്ടപ്പെട്ടതിനെല്ലാം കർത്താവ് മടക്കിത്തരും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അഥവാ തന്റെ ജീവിതത്തിൽ വന്ന നഷ്ടത്തിനകത്ത് ദാവീദ് തകർന്നു പോയില്ല. പലരും അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു നഷ്ടം വരുമ്പോൾ അവർ തകർന്നു പോകുകയാണ്. അവർ ചിന്തിക്കുന്നത് അത്രേ ജീവിതമുള്ളൂ, ഇതുകൊണ്ട് എൻ്റെ ഭാവിയുടെ വഴിയെല്ലാം അടഞ്ഞുപോയി. ആ നഷ്ടത്തിൽ അങ്ങനെയാണ് പലരും. അങ്ങനെയല്ലേ? ജീവിതത്തിലെ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവത്തെ വിട്ടുപോകുന്നവരുണ്ട്, വിട്ടുപോകുന്നവരുണ്ട്. നമുക്ക് വേണമെങ്കിൽ വളരെ ലളിതമായിട്ടൊരു ചിന്ത വേദപുസ്തകത്തിൽ നിന്ന് ചിന്തിക്കാൻ കഴിയും. രൂത്തിന്റെ പുസ്തകത്തിനകത്ത് രൂത്തിനെയും ഓർപ്പയെയും കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേർക്കും ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു. മഗ്ലോനും കില്യോനും അവരുടെ ഭർത്താക്കന്മാരായിരുന്നു. ഒരാളുടെ ഭർത്താവ് മഗ്ലോനും ഒരാളുടെ പേര് കില്യോനും. ഭർത്താക്കന്മാരായിരുന്നു. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. നവോമി മടങ്ങിപ്പോവുകയാണ് ബേത്ലഹേമിലേക്ക്. നഷ്ടങ്ങളെല്ലാം ഒരുപോലെയായിരുന്നു. ക്ഷാമമാണ്, വളരെ കഷ്ടപ്പാടാണ്. നവോമിക്ക് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. നവോമിക്ക് തൻ്റെ 2 മക്കൾ നഷ്ടപ്പെട്ടു. വലിയ ദുരന്തത്തിലൂടെയാണ്
ആ കർത്താവിൻ്റെ ദാസി കടന്നു പോകുന്നത്. എന്നാൽ രൂത്തും ഓർപ്പയുമുണ്ട്. അവർക്ക് ഭർത്താക്കന്മാരാണ് നഷ്ടപ്പെട്ടത്. അപ്പം നഷ്ടങ്ങളെല്ലാം ഒരുപോലെയാണ്. ആ സന്ദർഭത്തിൽ നവോമി പറയുകയാണ്, ഞാൻ ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഓർപ്പ, രൂത്ത് രണ്ടുപേരും ഒരുപോലെ നവോമിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പക്ഷെ ഓർപ്പ എടുക്കുന്ന തീരുമാനം എന്താണ്? ഓർപ്പ മടങ്ങിപ്പോവുകയാണ്. തൻ്റെ ഭവനത്തിലേക്കും തൻ്റെ ദേവന്മാരിലേക്കും താൻ ഇന്നലകളിൽ ആരാധിച്ച ആ ഇടത്തേക്ക് പിന്മാറിപ്പോവുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്മാറിപ്പോയാണ്, പുറകിലേക്ക് പോവുകയാണ്. പക്ഷെ രൂത്തെടുത്തൊരു തീരുമാനമുണ്ട്. രൂത്തെടുത്ത തീരുമാനം അത് അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റുവാനിടയായത്. രൂത്ത് എന്താ പറഞ്ഞത്? നവോമി എൻ്റെ അമ്മയെ വിട്ടുപിരിയുവാൻ എന്നോട് പറയരുത്. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. അർത്ഥം, നീ വിട്ടുപോകുന്നതിലേക്ക് തിരിച്ചു പോകരുത്. എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാവണം. നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. നീ എവിടെയാണോ പോകുന്നത് അവിടേക്ക് ഞാൻ പോകും. മരണം കൊണ്ടല്ലാതെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. അതൊരു വലിയ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ നിന്നും ആ സഹോദരിയെ പിന്തിരിപ്പിക്കുവാനായി ആവതും ശ്രമിച്ചു നവോമി. പക്ഷേ അവളെടുത്ത തീരുമാനം അവളുടെ ചരിത്രത്തെ മാറ്റുന്നതായിരുന്നു. എന്നാൽ രൂത്തെടുത്ത തീരുമാനം അവളുടെ ജീവിതത്തിന്റെ ഗതിയെ മുഴുവൻ മാറ്റിയെങ്കിൽ ഓർപ്പയെടുത്ത തീരുമാനം വലിയ ദുരന്തമായി മാറുവാൻ ഇടയായിത്തീർന്നു. അർത്ഥം, നഷ്ടങ്ങൾക്കകത്ത് വേണമെങ്കിൽ നമുക്ക് തകർന്നു പോകാം. ജീവിതത്തിൽ സംഭവിക്കുന്ന നഷ്ടങ്ങൾ, ദാവീദ് ആ നഷ്ടങ്ങൾക്കകത്ത് ആ കർത്തൃദാസൻ തകർന്നു പോയില്ല. അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാനിടയായത്. നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം എവിടേക്കാണ് ഓടുന്നത്? എവിടേക്കാണ് നാം ചെല്ലുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ യാദൃശ്യമായിരിക്കാം ഈ ഒരു സന്ദേശത്തിൻ്റെ ഒരു ചെറിയ ഈ ഭാഗം നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ നിങ്ങളെ നഷ്ടങ്ങൾക്കകത്തിരിക്കുന്ന വ്യക്തിയാണോ? കർത്താവിനെ വിട്ടു പോകരുത്. യേശുവിനെ അറിയാത്ത വ്യക്തിയാണെങ്കിൽ യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണം. ഹല്ലേലൂയ. എന്താണ്? നഷ്ടങ്ങൾക്കകത്ത് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. തകർച്ചകൾക്കകത്ത് അവസാനിപ്പിക്കരുത്. അതാണ് ദാവീദിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. ദാവീദ് എന്താ ചെയ്യുന്നത്? ദൈവസന്നിധിയിലേക്ക് ഓടുവാനിടയായിത്തീർന്നു. എന്നിട്ട് താന് ദൈവത്തോട് ചോദിക്കുക, ഇപ്പോൾ എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ വന്നത് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് എൻ്റെ നന്മകൾ മുഴുവൻ. എനിക്കിത് മടക്കി കിട്ടുമോ? എനിക്ക് മടക്കി കിട്ടുമോ? മടക്കി കിട്ടുമെങ്കിൽ ഞാൻ അത് പിന്തുടർന്ന് പിടിക്കാം. ശത്രുവിനെ പിന്തുടരണമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പിന്തുടരട്ടെ? ശരിയായൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ദൈവം കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, പിന്തുടരുക, നിശ്ചയമായി എത്തിപ്പിടിക്കും. അയ്യോ, നിനക്ക് പിടിക്കാൻ കഴിഞ്ഞേക്കുമെന്നല്ല, ഒരു പക്ഷെ നിനക്ക് പിടിക്കാൻ കഴിഞ്ഞേക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. നിന്റെ ശത്രുവിനെ നീ കാണുമെന്നല്ല പറഞ്ഞത്. ദൂരെ നിന്ന് നിന്റെ നന്മകളെ കാണുമെന്നല്ല പറഞ്ഞത്. നിശ്ചയമായി നഷ്ടപ്പെട്ടതിനെ മുഴുവൻ നീ എത്തിപ്പിടിക്കും. 2026 പ്രാരംഭ മാസത്തിൽ, പ്രാരംഭ ദിവസങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഒരാലോചന നിങ്ങളോട് പറയാം. നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് മടക്കിത്തരും. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവം മടക്കിത്തരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് സകലതും വീണ്ടും കൊണ്ടു. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ദാവീദിനെല്ലാം മടക്കി കിട്ടി. ഒന്നുപോലും കുറഞ്ഞു പോയില്ല. എന്തൊക്കെയാണോ ദാവീദിന്റെ ജീവിതത്തിൽ ശത്രു അപഹരിച്ചു കൊണ്ടുപോയത് അതെല്ലാം കർത്താവ് മടക്കി കൊടുത്തു. അമാല്യക്കർ അപഹരിച്ചു കൊണ്ടുപോയതിനെയൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. ഈ വർഷം നീ അതിനെ വീണ്ടെടുക്കുന്ന വർഷമാണ്. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കിട്ടുന്ന വർഷമാണ്. നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ ദൈവം നിനക്ക് മടക്കി തരുവാനിടയായി. എന്തൊക്കെയാണോ എന്തൊക്കെ മേഖലകൾക്കകത്താണ് നഷ്ടം സംഭവിച്ചത് അതെല്ലാം കർത്താവ് മടക്കി തരാനിടയായി. നഷ്ടങ്ങളെ മുഴുവൻ കർത്താവ്
മടക്കി തരുവാൻ കർത്താവ് വിശ്വസ്തനായിരിക്കുന്നു. വചനം പറയുന്നു, അമാല്യക്കർ അപഹരിച്ചു കൊണ്ടുപോയതിനെ ഒക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. ശത്രുവിൻ്റെ പാളയത്തിനകത്ത് നിന്ന് ശത്രു കൊള്ളയായി കൊണ്ടുപോയതിനെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് മടക്കിത്തരാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഈ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസിയുടെ 2 മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശത്രു അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. അവർ വന്നിട്ട് പറയുകയാണ്, നിന്റെ മക്കളെ ഞാൻ അടിമയാക്കി മാറ്റും. അവിടെ എന്താ സംഭവിക്കുന്നത്? അടിമയാക്കി മാറ്റും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പൈശാചികമായിരിക്കുന്ന മേഖലകൾ പിറകിൽ നിന്നും പ്രചോദനം, പൈശാചികമായിരിക്കുന്ന ശക്തികൾ സ്വാധീനം ചെലുത്തിക്കൊണ്ട് കർത്താവിൻ്റെ ദാസന്റെ മക്കളെ അടിമകളാക്കി കൊണ്ടുവരുവാൻ വരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, നിന്റെ തലമുറകൾ അടിമകളാകത്തില്ല. നിന്റെ ആ കലത്തിനകത്ത് എന്തോ ഉള്ളത്, നിന്റെ വീട്ടിൽ എന്തോ ഉള്ളേ? അവൾ പറഞ്ഞു, അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. എണ്ണയ്ക്ക് വിലയുള്ള കാലഘട്ടമാണ്. എണ്ണയ്ക്ക് വിലയുണ്ട് കേട്ടോ. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കും. ഒരു നിഴലാണ് എണ്ണ. അഭിഷേകത്തെ കാണിക്കുന്നു. നിന്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം കൈമോശം വന്നാലും, ചിലപ്പോൾ സാമ്പത്തിക നഷ്ടം വന്നിരിക്കാം, ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളും, ചിലപ്പോൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നു എന്നിരിക്കാം. എന്നാൽ നിന്റെ മേൽ വീണ അഭിഷേകത്തെ നീ നഷ്ടപ്പെടുത്തരുത്. ആ അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. അവൾ പറയുന്നത് എന്താണ്? എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല, അരിയില്ല, പൈസയില്ല, പച്ചക്കറിയില്ല, ആരും എന്നെ സഹായിക്കാനും വരുന്നില്ല, സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ കയ്യിലൊന്നും ഉണ്ടായിരിക്കത്തില്ല. അന്നേക്കുള്ള കാര്യങ്ങൾ വളരെ തട്ടിമുട്ടിയായിരിക്കാൻ പോകുന്നത്. വീടുണ്ടായിരിക്കത്തില്ല, വാഹനം ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ മേലും നിങ്ങളുടെ മേലും വീണ, സ്വർഗത്തിൽ നിന്ന് വീണ അഭിഷേകത്തെ ഞാനും നിങ്ങളും കാത്തു സൂക്ഷിക്കാൻ തയ്യാറായാൽ ആ അഭിഷേകത്തിനകത്തൊരു വർധനം ഉണ്ടാകാൻ പോവുകയാണ്. ആ അഭിഷേകത്തിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടാകാൻ പോവുകയാണ്. ആ അഭിഷേകം നിന്റെ ജീവിതത്തെ തിരിക്കാൻ പോവുകയാണ്. ആ തലമുറകളെ അടിമകളാക്കി പിടിച്ചു കൊണ്ടുപോകുമെന്ന് ശത്രു വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ കർത്താവിന്റെ ദാസൻ എലീശ പറയുകയാണ്, നിന്റെ പക്കൽ എന്താ ഉള്ളത്? ആ സഹോദരി പറയുക, എൻ്റെ പക്കൽ മറ്റൊന്നുമില്ല, അല്പം എണ്ണ, ഒരു ഭരണിയിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. വെറും പാത്രങ്ങൾ മുഴുവൻ കൊണ്ടുവരിക. ഈ ദിവസങ്ങൾ അനവധി പാത്രങ്ങൾ നിറയ്ക്കുവാനുള്ള അഭിഷേകം, എണ്ണ നിന്റെ മേലുണ്ട്. അനേക പാത്രങ്ങൾ നിറയ്ക്കുവാനുള്ള അഭിഷേകം നിന്റെ മേലുണ്ട്. ഇന്നത് വിശ്വസിക്കുക, അനേകരെ നിറയ്ക്കാനുള്ള അഭിഷേകം നിന്റെ മേലുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് വിചാരപ്പെടേണ്ട കാര്യമില്ല. വചനം പറയുന്നു, ആ പാത്രങ്ങളുമായി കയറാൻ കഴിയുമോ? അനേക വെറും പാത്രങ്ങളെ കൊണ്ടുവരാൻ പോകുക. അല്പം എണ്ണയിൽ നിന്നും വെറും പാത്രങ്ങളെ മുഴുവൻ നിറയ്ക്കുവാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അല്പം എണ്ണയ്ക്കകത്ത് വലിയൊരു സാധ്യതയുണ്ട്. അല്പമേ ഉള്ളുവെങ്കിലും വിഷയം കൈകാര്യം ചെയ്യുന്നത് സ്വർഗമാണ്. നിന്റെ അല്പമുള്ള കാര്യത്തെ, നിന്റെ കയ്യിലുള്ള അല്പമുള്ള കാര്യത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ 5 അപ്പം 5000 പുരുഷാരം, 5 അപ്പവും 2 മീനും 5000 പുരുഷാരത്തിന് കൊടുക്കുക മാത്രമല്ല, മിച്ചം വന്നതുപോലെ ചില മിച്ചങ്ങൾ വരും. ഈ 2026 സംഭവിക്കാൻ പോകുന്നത് നിന്റെ ജീവിതത്തിനകത്ത് ഇന്നലകളിൽ 2025 നഷ്ടങ്ങളുടെ കണക്കുകളായിരുന്നുവെങ്കിൽ 2026 മിച്ചം വയ്ക്കുന്ന ഒരു വർഷമാക്കി ദൈവം മാറ്റുവാൻ പോവുകയാണ്. ചിലതെല്ലാം മിച്ചം പിടിക്കുന്ന, മിച്ചം വയ്ക്കുന്ന ഒരു വർഷമാക്കി തമ്പുരാൻ മാറ്റുവാൻ പോകുകയാണ്. അല്പമുള്ള എണ്ണ പകർന്നൊഴിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് വർദ്ധിക്കുവാനിടയായിത്തീർന്നു. അവരുടെ കടഭാരം മാറുവാനിടയായിത്തീർന്നു. അവരുടെ ജീവിതത്തിന്റെ നിലവാരം മാറുവാനിടയായിത്തീർന്നു. കടമില്ലാത്തൊരു ജീവിതം, ചില കടങ്ങളുടെ കെട്ടുകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഈ സമയത്ത് പൊട്ടിച്ചു മാറ്റുകയാണ്. ചിലരുടെ ജീവിതത്തിനകത്ത് ചില കടങ്ങളുടെ സ്വാധീനങ്ങൾ കർത്താവ് അഴിച്ചു മാറ്റുവാനിടയായിത്തീരും. നീ കടക്കാരനായി ജീവിക്കേണ്ട വ്യക്തിയല്ല, നീ കടത്തിന്റെ ഭാരത്തിനകത്ത് ജീവിക്കേണ്ട വ്യക്തിയല്ല. നിന്റെ മേൽ പകരപ്പെട്ട ഈ അഭിഷേകം നിന്റെ കടങ്ങളുടെ കെട്ടുകളെ അഴിച്ചു മാറ്റുവാനിടയായിത്തീരും. വേദപുസ്തകം പറയുന്നു, ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം നഷ്ടമായതിനെ മുഴുവൻ കർത്താവ് മടക്കി കൊടുക്കുവാനിടയായിത്തീർന്നുവെങ്കിൽ ഈ 2026 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ ദൈവം മടക്കി തരുവാൻ പോവുകയാണ്. എങ്ങനെയാണ്? ദാവീദ് ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങളുണ്ടായി, ഒത്തിരി നഷ്ടങ്ങളുണ്ടായി. നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടായി. ശബദനം പറയുന്നു, തന്റെ ജീവിതത്തിനകത്ത് നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആ നഷ്ടപ്പെട്ടതിന് മുഴുവൻ ദൈവം മടക്കി കൊടുക്കുവാനിടയായിത്തീർന്നു. തന്റെ സമ്പത്തിന് ദൈവം മടക്കി കൊടുത്തു, ആരോഗ്യത്തെ മടക്കി കൊടുത്തു, എല്ലാറ്റിനും ദൈവം മടക്കി കൊടുത്തു. ചിലത് ദൈവം സമ്പത്തിനെയും എല്ലാം ദൈവം കൊടുത്തപ്പോൾ ഇരട്ടിയായിട്ടാണ് ദൈവം കൊടുത്തത്. നിനക്ക് ഇരട്ടിയായിട്ട് ദൈവം തരാൻ പോവുകയാണ്. ഒരു
ഡബിൾ പോർഷനായി ദൈവം തരാൻ പോയാണ്. ഹല്ലേലൂയ. ഭൗതികത്തിനകത്ത് ഡബിൾ പോർഷൻ യേശുവിൻ്റെ നാമത്തിൽ 2 ഇരട്ടി കർത്താവ് തരുവാൻ പോവുകയാണ്. അതെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന സന്ദേശം ഇതായിരിക്കുന്നു: ഈ വർഷം നഷ്ടപ്പെട്ടു പോയതിനെ ദൈവം മടക്കി തരും. സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കായി ഇഷ്ടം. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവട്ടെ. 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം മടക്കി കിട്ടിയപ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ട കുടുംബം മടക്കി കിട്ടി, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ മടക്കി കിട്ടി. ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന സമസ്ത മേഖലകളിലും അവൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കിട്ടിയതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ദാവീദിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കിട്ടിയതുപോലെ ഈ കേൾക്കുന്ന ദൈവജനത്തിന് നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി കിട്ടട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.